മറ്റു വാർത്തയിലേക്ക്. മലപ്പുറം എടവണ്ണപ്പാറയിൽ ചാലിയാറിൽ 17 വയസ്സുകാരിയുടെ മൃതദേഹം ദുരൂഹ നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കരാട്ടെ അധ്യാപകൻ അറസ്റ്റിൽ. ഊർക്കടവ് സ്വദേശി സിദ്ദിഖ് അലിയെയാണ് പോക്സോ നിയമപ്രകാരം അറസ്റ്റ് ചെയ്തത്. കുട്ടിയെ ഇയാൾ പീഡനത്തിന് ഇരയാക്കിയെന്നായിരുന്നു കുടുംബത്തിന്റെ ആരോപണം. പെൺകുട്ടി കരാട്ടെ പരിശീലനത്തിന് പോയിരുന്ന സ്ഥാപനത്തിലെ അധ്യാപകനായ സിദ്ദിഖ് അലിയെയാണ് പോക്സോ വകുപ്പുകൾ ചുമത്തി പോലീസ് അറസ്റ്റ് ചെയ്തത്. കുട്ടിയെ കാണാതായതിനെ തുടർന്ന് വീട്ടുകാരും നാട്ടുകാരും ചേർന്ന് നടത്തിയ തിരച്ചിലാണ് കുട്ടിയെ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത്. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കുട്ടിയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് കാണിച്ച് കുടുംബം രംഗത്തെത്തിയിരുന്നു. 17 വയസ്സുകാരി കരാട്ടെ അധ്യാപകന്റെ നിരന്തര പീഡനത്തിനിരയായിട്ടുണ്ടെന്നും കുടുംബം ആരോപിച്ചു. എന്റെ അനിയത്തിയുടെ കേസിൽ ഞങ്ങളിത് വളരെ സ്ട്രോങ് ആയിട്ട് പ്രൊസീഡ് ചെയ്യാൻ ഞങ്ങൾ എല്ലാ തരത്തിലും തയ്യാറെടുത്ത നിമിഷത്തിലാണ് ഇങ്ങനെ ഒരു ദാരുണാന്തി ഉണ്ടായത്. ആ മരണത്തിൽ ഞങ്ങൾക്ക് എല്ലാ സംശയങ്ങളുണ്ട്. കാരണം ഒരിക്കലും മുങ്ങി മരിക്കാൻ പോലുമുള്ള വെള്ളമില്ല ഇവൾ ആ വീണ് കിടക്കുന്ന സ്ഥലത്ത്. അവളുടെ മുകൾ വസ്ത്രം റിമൂവ് ചെയ്യപ്പെട്ടിരുന്നു. അവളുടെ കാലിൽ ചെരുപ്പുകൾ ഉണ്ടായിരുന്നു. അവളുടെ കൈ ഇങ്ങനെ ഒരു ബന്ധിക്കപ്പെട്ട് അഴിച്ചതുപോലെയുള്ള ഒരു തരത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇവളുടെ മരണത്തിൽ ദുരൂഹതയുണ്ട്. കുട്ടി എന്നും ജസ്റ്റിസ് ആഗ്രഹിച്ചിരുന്നു, പക്ഷേ അവൾ ഒരുപാട് പേരെ ഭയപ്പെട്ടിരുന്നു. കുടുംബത്തിന്റെ ആരോപണത്തെ തുടർന്ന് സിദ്ദീഖിനെ ചോദ്യം ചെയ്യാൻ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. തിങ്കളാഴ്ച വൈകിട്ട് വീട്ടിൽ നിന്ന് കാണാതായ വിദ്യാർത്ഥിനിയുടെ മൃതദേഹം 100 മീറ്റർ അകലെ ചാലിയാറിലാണ് കണ്ടെത്തിയത്. കേരള വിഷൻ ന്യൂസ്, മലപ്പുറം.